ഹായ് ഓൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ല സിമ്പിളായിട്ട് മുട്ട കൊണ്ട് രാവിലെ ആണെങ്കിലും രാത്രിയൊക്കെ ആണെങ്കിൽ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും പിന്നെ 1-2 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ട് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിയുടെ ഒരു ഫ്ലേവറൊക്കെ മുട്ടയിലും കൂടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ കുരുമുളകും ഒക്കെ കൂടി ഈ ഒരു മുട്ടയിലൊന്ന് പിടിച്ച് കിട്ടേണ്ട പരിപാടിയിൽ ചെറിയ രീതിക്കൊന്ന് കളറും മാറിക്കിട്ടും. അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് മുട്ട ഇത്രയായതിന് ശേഷം കോരി മാറ്റായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ടയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ സവാള, ഓവർ വലുപ്പമില്ലാത്ത ടൈപ്പ് 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓവർ അങ്ങനെ നേരിയതാക്കി കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കിത് അടിച്ചെടുക്കാനുള്ള ഒരു മിക്സ് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി 3-4 എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 7-8 മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, സ്പ്ലിറ്റ് ചെയ്യാതെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർ സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഐറ്റത്തിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുക, അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഒരുപാട് കളറ് മാറിപ്പോകാനും പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്, ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയായതിന് ശേഷം നമുക്കിത് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. കുറച്ചൊന്ന് ചൂടാറിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഏകദേശം ഒരു 3/4 to 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിൽ നിങ്ങൾ വിചാരിക്കട്ടെ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, പക്ഷേ അതിങ്ങനെ 2-3 തവണയാക്കിയിട്ട് ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞു പീസ് ഗ്രാമ്പ്, കുഞ്ഞു പീസ് പട്ട, ഒരു ചെറിയ ഏലക്കായ, എല്ലാം ചെറിയത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറിയിട്ട് അരച്ചെടുത്ത് വെച്ച് ഗ്രേവി ഇല്ലേ, അത് മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ തിക്കായിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു സ്റ്റ്യൂവിൻ്റെ ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് നോക്കി ഒഴിക്കാം കേട്ടോ. കാരണം ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ളായിരിക്കും ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ 1 കപ്പ് അളവിൽ 2-ാം പാൽ, അതായത് അരമുറി തേങ്ങ എടുത്തിട്ട് ചിരകിയെടുത്തിട്ട് അതിൻ്റെ 2-ാം പാലാണ് ഇത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അത്യാവശ്യം നമ്മൾ എല്ലാത്തിലും കുറച്ച് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ട അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പാല് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മുട്ട നേരത്തെ ഫ്രൈ ചെയ്ത പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മുട്ട മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടിയിട്ട് ഒന്നങ്ങ് തിളച്ച് വരട്ടെ. പിന്നെ ഗ്രേവി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വേണ്ടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കുഞ്ഞു പീസ് അളവിൽ തക്കാളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തക്കാളി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക, സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ തേങ്ങയുടെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1/3 കപ്പ്, അതായത് 1/4 കപ്പിൽ കുറച്ചധികമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, പാല് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യണം. കാരണം എൻ്റെ കാസ്റ്റ് അയൺ പോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓവർ തിള വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യിൽ ചെറിയുള്ളി അണ്ടിപ്പരിപ്പ് ഇതുപോലെ വറുത്തിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക, സെർവ് ചെയ്യാം. ഇത്രയും പരിപാടി.
അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയുള്ള അടിപൊളി മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ നോക്കിയിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് കഴിക്കാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്